നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നലെ കുറേ ടൂൾസിനെ പറ്റി, ഇപ്പോൾ അവസാനത്തെ ക്ലാസ്സൊക്കെ ടൂൾസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ കുറച്ച് ഫോൺസുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫോൺസ് ആയിട്ട് ഒരുപാടുണ്ട്. മറ്റേ ഡാ ഫോണ്ട്, ഫോൺ സ്പേസ്, അങ്ങനെ നിരവധി സൈറ്റുണ്ട്. ഓരോ സൈറ്റിലും ഓരോ മാതിരി ഒരുപാട് ഫോണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് ഫോൺസ് ഇങ്ങനെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, പല ടൈപ്പിലുള്ള ഫോണ്ട്. അപ്പോൾ എന്നാലും ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് അങ്ങനെ നേരിട്ടുള്ള ഇങ്ങനെ ഈ ടൈപ്പ് ഫോൺസിനോടൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഒരു ഗ്രഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ സ്പ്ലാറ്റർ ടൈപ്പ് ഫോൺസാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. ഈ ആർട്ട് ബ്ലീഡിങ് കൗ ബോയ്സ് പോലുള്ള ഫോണ്ടുകൾ, അതിൻ്റെ വേറൊരു ഫോണ്ടാണിത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫോണ്ട്. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലാക്കി എടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഡിസൈനിങ് നടത്തി കഴിഞ്ഞാൽ ഫോൺസൊക്കെ ഏകദേശം ഈ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളതായ ഫോൺസ് നമുക്ക് ഈ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതും ഒരു ഫോൺ ഫയലാണ്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സ്പ്ലാറ്റർ, ഗ്രഞ്ച് അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഗ്രഞ്ച് ഫോണ്ട്, സ്പ്ലാറ്റർ ഫോണ്ട് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ള ഷേപ്സ്, അതായത് ഒരു ഇങ്ക് സ്പ്ലാറ്ററിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു സ്പ്ലാറ്റർ ടൈപ്പ് ഫോൺസൊക്കെ നമുക്ക് ഈ ഒരു ഫോണ്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഒന്ന് മാത്രം സെലക്ട് ചെയ്ത് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യാന്ന്. ഇപ്പോൾ ആർട്ട് ഫ്രണ്ട്സ്, അപ്പോൾ ആ ഒരു സ്പ്ലാറ്റർ ടൈപ്പ് ആക്കുമ്പോൾ അതിന് യോജിച്ചൊരു ഫോണ്ട് തന്നെ വേണം, എന്നാലേ അതിനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയെടുക്കാം. അപ്പം ഞാൻ ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ആർട്ട് റെഡിൽ കൊടുത്തിട്ടുണ്ട്, മറ്റേത് ഫ്രണ്ട്സ് ബ്ലൂ. അപ്പോൾ ഇതാണ് ഈ ഫോണ്ട്. നമ്മൾ അതുപോലെ ആ ഒരു സ്പ്ലാറ്റർ ടൈപ്പ് ഇങ്ക് സ്പ്ലാറ്റർ ചെയ്ത പോലുള്ളൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ടെക്സ്റ്റിൽ ഇൻസേർട്ട് സിമ്പിൾ ക്യാരക്ടർ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സാധാരണ ISM ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ വേറൊരു രൂപം. ഇതിൽ ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്ന ആ ഏരിയയിൽ സെലക്ട് ചെയ്ത് ഞാൻ WC എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഫോൺസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഓരോ സ്പ്ലാറ്റർ ടൈപ്പ് ഫോൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഫോൺസ് കിട്ടും. ഇങ്ക് സ്പ്ലാറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ ആ ഫോണ്ടും ആദ്യം അടിച്ചു വെച്ചിരിക്കുന്ന വേർഡും ആർട്ട് എന്ന വേർഡും ആ സ്പ്ലാറ്ററും കൂടെ സെലക്ട് ചെയ്ത് വെൽഡ് കൊടുത്തു. അതുപോലെ തന്നെ ഇതും ഒന്നായി സെലക്ട് ചെയ്ത് വെൽഡ്. ഇപ്പോൾ ഒരു പുതിയ രൂപത്തിലേക്ക് ആ ഒരു ഫോണ്ട് മാറി. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്താൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഒരു ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും.
അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാം കൂടെ ഒന്നായി വെൽഡ് ചെയ്തു. അതുപോലെ ഇപ്പുറമുള്ളതും ചെറിയൊരു കട്ടിങ്സൊക്കെ കൊടുത്ത് വെൽഡ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാന്ന് നമുക്ക് തന്നെ സ്വയം ഇങ്ങനെ ഓരോ ഫോണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിനൊരു ഔട്ട്ലൈന് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഫോണ്ടായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.